ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദുരൂഹത തുടരുകയാണ്. വ്യക്തിപരമായ കൂടിക്കാഴ്ചയെന്ന് ന്യായീകരിക്കുമ്പോഴും എന്തിനാണ് രഹസ്യമായി പോയത് എന്ന ചോദ്യത്തിന് സർക്കാരിനും CPM-നും ഇപ്പോഴും ഉത്തരമില്ല. ഇന്നലെ മുഖ്യമന്ത്രിയും DGP-യും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് വിവരം ലഭിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ നൽകും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഈ കൂടിക്കാഴ്ച തന്നെയാണ് ഇപ്പോഴും സജീവമായി ചർച്ചയായി നിൽക്കുന്നത്. അതിൽ എന്തിനാണ് ഈ കൂടിക്കാഴ്ച എന്നതിൽ തന്നെയാണ് ദുരൂഹത തുടരുന്നത്. അത് വ്യക്തമാക്കാൻ എന്തുകൊണ്ടാണ് സർക്കാരിനും ഒപ്പം CPM-നും കഴിയാതെ പോകുന്നത്? പ്രത്യേകിച്ച് ഈ കൂടിക്കാഴ്ച വ്യക്തിപരമായ രീതിയിലാണ് എന്നായിരുന്നു സർക്കാരും CPM-ഉം നൽകുന്ന ന്യായീകരണം. പക്ഷേ അതുകൊണ്ട് എന്തിനാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP രഹസ്യമായി പോയി ഇത്തരത്തിൽ രണ്ട് RSS നേതാക്കളെ കണ്ടു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. പക്ഷേ ഇന്നലെ DGP മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഈ വിഷയം ചർച്ചയായിട്ടില്ല. ഈ ഒരു വിഷയം ചർച്ചയാകാതെ അന്വേഷണ വിഷയമാണ് ഇപ്പോൾ ചർച്ചയായത്. അതുകൂടാതെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അഫിഡവിറ്റ് നൽകുന്നതിലും ഒരു തീരുമാനം ആയിട്ടുണ്ട്. കോടതിയിൽ അഫിഡവിറ്റ് നൽകണം. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഒപ്പം MR അജിത് കുമാറിനെതിരെയും സുജിത് ദാസിനെതിരെയുമുള്ള അന്വേഷണ സംഘം അതിൻ്റെ പുരോഗതി, ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണം, പ്രാഥമികമായി വിവരം ശേഖരിച്ച വിവരങ്ങൾ തുടങ്ങിയവ മുഖ്യമന്ത്രിയെ കൈമാറി ശക്തമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകി. അതേസമയം MR അജിത് കുമാർ തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട, അന്വേഷണ സംഘത്തിലെ 2 ഉദ്യോഗസ്ഥരോട് തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം DGP-ക്ക് നൽകിയിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം റേഞ്ച് IG-യും തൃശ്ശൂർ റേഞ്ച് DIG-യും ഇവർ അന്വേഷണ സംഘത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നേരിട്ട് MR അജിത് കുമാറിനെ റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ് ഈ 2 ഉദ്യോഗസ്ഥരും. എന്നാൽ തൽക്കാലം തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ADGP തന്നെ DGP-ക്ക് ഒരു കത്ത് നൽകിയിരുന്നു. എന്നാൽ തൽക്കാലം നിലവിൽ എങ്ങനെയാണോ പോകുന്നത്, അതായത് എല്ലാ ദിവസവും ക്രമസമാധാന ചുമതലയുള്ള ADGP-യോട് റിപ്പോർട്ട് ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത്, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇല്ല എങ്കിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് DGP മുഖ്യമന്ത്രി കണ്ട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ADGP-യോട് എല്ലാ ദിവസവും ഈ അന്വേഷണ സംഘത്തിലെ 2 ഉദ്യോഗസ്ഥർ എന്നത്തെയും പോലെ ഇന്നു മുതൽ വീണ്ടും റിപ്പോർട്ട് ചെയ്ത് തന്നെ ദിവസവും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. എന്നാൽ മറുഭാഗത്ത് ഈ ADGP-ക്കെതിരെയുള്ള അൻവർ അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ അത് പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടിയും വരും. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഈ RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനോ പോലീസിനോ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്, അതിലൊരു നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്കും ഇപ്പോൾ സർക്കാരിന് മറുപടിയില്ല. വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെന്ന് ന്യായീകരിക്കുമ്പോഴും എന്തുകൊണ്ട് രഹസ്യമായി പോയി എന്നുള്ളതിനും ഇപ്പോഴും മറുപടിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം, കാരണം CPI അടക്കം ഇതിൽ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ LDF യോഗത്തിലടക്കം ഇതിന് മറുപടി പറയേണ്ടി വരും. അതിനു മുൻപ് ഒരു തീരുമാനം ഇതിനുണ്ടാകുമെന്ന് കരുതാം. ശ്രുതി, തുളസി. ഉമേഷ്, ഇപ്പോൾ ഈ കൂടിക്കാഴ്ച വ്യക്തിപരമെന്ന് പറയുന്നു, അതേസമയം പ്രതിപക്ഷ നേതാവും ADGP-യും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടെന്ന് PV അൻവർ തന്നെ ആരോപിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പഴിചാരൽ തന്നെയാണ് ഈ വിഷയത്തിൽ തുടരുന്നത്. ഇതിലൊരു വ്യക്തത എന്തുകൊണ്ടാണ് വരാത്തത്? ഏത് രീതിയിലായിരിക്കും സർക്കാർ പ്രതിരോധിക്കേണ്ടതുണ്ട്? ഒപ്പം തന്നെ പ്രതിപക്ഷം കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നതിലും ഈ കാര്യങ്ങൾ കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഒരു വ്യക്തത എന്തുകൊണ്ടാണ് ഇതിൽ വരാത്തത്, ഉമേഷ്? അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നവും. കാരണം വ്യക്തിപരമായ കൂടിക്കാഴ്ച മാത്രമാണ്, അതായത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളെ രഹസ്യമായി പോയി കാണുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നു, DGP കൈമാറുന്നു, അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇതുവരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകുന്നത്? അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP-യിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇതിൽ വിശദീകരണം തേടാത്തത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും നിൽക്കുന്നു. ഇപ്പോഴും ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം DGP-ക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ നൽകിയിട്ടില്ല. എന്തുകൊണ്ടാണ് അത്തരമൊരു നടപടിയിലേക്ക് പോകാത്തത് എന്നുള്ളതാണ് ദുരൂഹമായി ഇപ്പോഴും തുടരുന്നത്. സർക്കാരിനോ അല്ലെങ്കിൽ പോലീസ് സേനയ്ക്കോ ഇതിൽ എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ? അത്തരത്തിൽ ഔദ്യോഗിക കാര്യങ്ങൾക്ക് പോയ ശേഷം അല്ലെങ്കിൽ ഔദ്യോഗികമായ ഏതെങ്കിലും പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഔദ്യോഗികമായ അല്ലാതെ മറ്റെന്തെങ്കിലും രഹസ്യ ഇടപാടുകളിൽ സർക്കാരിൻ്റെ ദൂതനായിട്ടാണോ ADGP പോയത് തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനൊന്നും മറുപടിയില്ല. ആ മറുപടിയിൽ
ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇപ്പോഴും ദുരൂഹമായി തുടരുന്നത്. എന്തായാലും പൊതുസമൂഹത്തിനടക്കം അതിലൊരു മറുപടി ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ഏറ്റവും അധികം എതിർക്കുന്ന ഒരു രാഷ്ട്രീയ ധാരയാണ് RSS. പ്രത്യേകിച്ച് LDF സർക്കാർ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ ധാര. അതിലെ രണ്ട് നേതാക്കളെ നേരിട്ട് പോയി കാണുന്ന ഒരു സാഹചര്യം, അതും തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ, തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ആ സമയത്ത് തന്നെ നേരിട്ട് പോയി കാണുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തെ വിശദീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് പ്രതിപക്ഷമടക്കം ആയുധമാക്കും. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക്, ഈ വിഷയം ഉയർത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് പ്രതിപക്ഷവും തയ്യാറാകാൻ സാധ്യതയുണ്ട്. എന്തായാലും കൃത്യമായ വിശദീകരണം ഇതിൽ നൽകാത്തതിൽ ദുരൂഹത നിലനിൽക്കുകയാണ്.